നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ജ്യോതിഷ വീഡിയോ ഇടവൻ രാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ജ്യോതിഷമനുസരിച്ച് ഗ്രഹങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയ സ്ഥാനമാണ് വ്യാഴത്തിന് അഥവാ ബൃഹസ്പതിക്ക് നൽകിയിരിക്കുന്നത്. പുരാണങ്ങൾ പ്രകാരം ദേവന്മാരുടെ ഗുരുവായാണ് വ്യാഴത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവഗുരു എന്ന പേരിൽ അറിയപ്പെടുന്നു. മനുഷ്യജീവിതത്തെ നേർവഴിക്ക് നയിക്കുന്നതിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നതിലും വ്യാഴത്തിന് വലിയ പങ്കുണ്ട്. ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വ്യാഴമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുടെ നിയന്ത്രണം വ്യാഴത്തിനാണ്. നാം നേടുന്ന വിദ്യാഭ്യാസവും ആഴത്തിലുള്ള അറിവും വ്യാഴത്തിന്റെ അനുഗ്രഹമാണ്. കഠിനാധ്വാനം ചെയ്താലും ചില കാര്യങ്ങൾ നടക്കാൻ ഭാഗ്യം കൂടി വേണം. ആ ഭാഗ്യം നൽകുന്നത് വ്യാഴമാണ്. സാമ്പത്തികമായ ഉന്നതിയും ഐശ്വര്യവും വ്യാഴത്തിന്റെ സ്വാധീനത്താൽ ലഭിക്കുന്നു. കുടുംബജീവിതത്തിലെ സന്തോഷവും കുട്ടികളുണ്ടാകുന്നതും വ്യാഴവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരാളുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നതിൽ വ്യാഴത്തിന് വലിയ പങ്കുണ്ട്. നമ്മുടെ വാക്കുകളിൽ എത്രത്തോളം പക്വതയും അറിവും ഉണ്ടെന്നത് ജാതകത്തിൽ വ്യാഴത്തെ ആശ്രയിച്ചിരിക്കും. കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനും ബുദ്ധിപൂർവം പ്രവർത്തിക്കുവാനുമുള്ള കഴിവ് വ്യാഴം നൽകുന്നു. മറ്റുള്ളവരോട് കരുണ കാണിക്കാനും മാന്യമായി പെരുമാറാനും ഒരാളെ പ്രേരിപ്പിക്കുന്നത് ജാതകത്തിലെ ശക്തനായ വ്യാഴമാണ്. വ്യാഴം ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് മാറാൻ ഏകദേശം 1 വർഷമെടുക്കും. എന്നാൽ ഏകദേശം 12 വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട രാശിയായ, അതായത് ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് വരുന്നത്. ഒരു ഗ്രഹത്തിന് ഏറ്റവും കൂടുതൽ ശക്തി ലഭിക്കുന്ന ഇടത്തെയാണ് ഉച്ചം എന്ന് പറയുന്നത്. വ്യാഴത്തിന് ഏറ്റവും കൂടുതൽ നന്മകൾ ചെയ്യാൻ കഴിയുന്നത് കർക്കിടകൻ രാശിയിൽ നിൽക്കുമ്പോഴാണ്. 2026 ജൂൺ 2 മുതൽ 2026 ഒക്ടോബർ 31 വരെയാണ് ഈ സവിശേഷമായ സമയം. ഈ കാലയളവിൽ വ്യാഴം അതിന്റെ പൂർണ്ണമായ ശക്തിയിലായിരിക്കും. അതിനാൽ തന്നെ ലോകമെമ്പാടും പലർക്കും വലിയ ഗുണകരമായ മാറ്റങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. 2026 വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് മാറുമ്പോൾ ഇടവൻ രാശിക്കാർക്ക് അത് അവരുടെ ജാതകത്തിലെ 3-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. ഈ മാറ്റം ഇടവൻ രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. ജ്യോതിഷത്തിൽ 3-ാം ഭാവം എന്നത് നമ്മുടെ സ്വന്തം പരിശ്രമങ്ങളെയും ധൈര്യത്തെയും സൂചിപ്പിക്കുന്ന ഇടമാണ്. നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കുന്നു, നിങ്ങളുടെ ആശയങ്ങൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നത് ഈ ഭാവത്തെ ആശ്രയിച്ചിരിക്കും. ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കാനുള്ള മാനസിക ബലവും പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള ധൈര്യവും നിങ്ങൾക്ക് ലഭിക്കും. ചുരുക്കത്തിൽ നിങ്ങൾ കൂടുതൽ ആക്റ്റീവാകും. പുതിയ ആളുകളെ പരിചയപ്പെടാനും വലിയ സൗഹൃദ വലയങ്ങൾ ഉണ്ടാക്കാനും ഇത് സഹായിക്കും. നിങ്ങളുടെ ഇളയ സഹോദരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടാനോ അവർക്ക് ഈ സമയത്ത് പുരോഗതി ഉണ്ടാകാനോ സാധ്യതയുണ്ട്. വ്യാഴം എന്നത് വികാസത്തിന്റെയും അറിവിന്റെയും ഗ്രഹമാണ്. വ്യാഴം 3-ാം ഭാവത്തിൽ വരുമ്പോൾ ഇതുവരെ പകുതി വഴിയിൽ ഉപേക്ഷിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാനും വലിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ പക്വത കാണിക്കും. എടുത്തുചാട്ടം കുറയ്ക്കുകയും കാര്യങ്ങളെ ദീർഘവീക്ഷണത്തോടെ കാണുകയും ചെയ്യും. ഇടവൻ രാശിക്കാർക്ക് വ്യാഴത്തിന്റെ 11-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി വളരെ പ്രാധാന്യമുള്ളതാണ്. ജ്യോതിഷത്തിൽ 11 ലാഭത്തിന്റെ ഭാവമാണ്, അതായത് കയ്യിൽ വരുന്ന പണവും ലാഭവും. വ്യാഴം നിൽക്കുന്ന 3-ാം ഭാവം നിങ്ങളുടെ പരിശ്രമത്തെയും വ്യാഴം ദൃഷ്ടി ചെയ്യുന്ന 11-ാം ഭാവം ലാഭത്തെയും സൂചിപ്പിക്കുന്നു. നിങ്ങളെടുക്കുന്ന പുതിയ പരിശ്രമങ്ങൾ വലിയ സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് വഴിമാറുന്ന സമയമാണിത്. നിലവിലുള്ള ജോലിക്കപ്പുറം പണം സമ്പാദിക്കാനുള്ള പുതിയ വഴികൾ നിങ്ങളുടെ മനസ്സിൽ തെളിയും. ബിസിനസ് തുടങ്ങാനോ സൈഡ് ഇൻകം കണ്ടെത്താനോ ഉള്ള മികച്ച ഐഡിയകൾ ഈ സമയത്ത് ലഭിക്കും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം നിങ്ങളുടെ മടി മാറ്റി പുറത്തു കൊണ്ടുവരുവാനും സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുവാനും പ്രേരിപ്പിക്കും. നിങ്ങളുടെ ബുദ്ധിശക്തിയും ധൈര്യവും ഒന്നിച്ചു ചേരുന്നത് വഴി സാമ്പത്തികമായും മാനസികമായും വലിയ ഉയർച്ച ഈ കാലയളവിൽ പ്രതീക്ഷിക്കാം. വ്യാഴം നിങ്ങളുടെ 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് 7, 9, 11 എന്നീ ഭാവങ്ങളെയാണ് ദൃഷ്ടി ചെയ്യുന്നത്.
ഏഴാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയുടെ ഫലമായി വിവാഹം ആലോചിക്കുന്നവർക്കും എന്നാൽ പല തടസ്സങ്ങൾ കാരണം നീണ്ടുപോകുന്നവർക്കും ഈ സമയം വളരെ അനുകൂലമാണ്. അനുയോജ്യമായ ആലോചനകൾ വരാനും വിവാഹം പെട്ടെന്ന് നടക്കാനും സാധ്യതയുണ്ട്. ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യുന്നതിനേക്കാൾ ഒരാളുമായി ചേർന്ന് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം നല്ലതാണ്. വിശ്വസിക്കാവുന്ന പങ്കാളികളെ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ സമയം അനുകൂലമാണ്. ഒൻപതാം ഭാവത്തെ ഭാഗ്യസ്ഥാനമെന്നും പിതൃസ്ഥാനമെന്നുമാണ് വിളിക്കുന്നത്. വ്യാഴത്തിന്റെ ഒൻപതാം ഭാവത്തിലെ ദൃഷ്ടി കാരണം കുറഞ്ഞ അധ്വാനത്തിൽ കൂടുതൽ ഫലം ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും. മുടങ്ങിപ്പോയ പല കാര്യങ്ങളും ഭാഗ്യത്തിന്റെ അനുകൂല സ്ഥിതി മൂലം പൂർത്തിയാക്കാൻ സാധിക്കും. പിതാവിൽ നിന്നോ അല്ലെങ്കിൽ പിതാവിനെ പോലെ ബഹുമാനിക്കുന്ന വ്യക്തികളിൽ നിന്നോ വലിയ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അത് സാമ്പത്തികമാകാം, അല്ലെങ്കിൽ നല്ലൊരു ഉപദേശമാകാം. വീട്ടിൽ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കും. കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ ഒത്തുകൂടൽ ഈ സമയത്ത് നടക്കാൻ സാധ്യതയുണ്ട്. 11ാം ഭാവം എന്നത് ലാഭസ്ഥാനം അഥവാ ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഇടമാണ്. നിങ്ങൾ കുറെ കാലമായി വാങ്ങണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ, ഉദാഹരണത്തിന് സ്വന്തമായൊരു വീട്, സ്ഥലം അല്ലെങ്കിൽ ഒരു വാഹനം എന്നിവ സ്വന്തമാക്കാൻ ഈ സമയം സഹായിക്കും. സമൂഹത്തിലോ കുടുംബത്തിലോ നിങ്ങൾക്ക് വലിയ വിലയും നിലയും ലഭിക്കും. നിങ്ങളുടെ നേട്ടങ്ങൾ കണ്ട് വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനം തോന്നും. ചുരുക്കത്തിൽ വ്യാഴം നിങ്ങളുടെ ജാതകത്തിലെ പ്രധാന ഭാവങ്ങളെല്ലാം നോക്കുന്നത് വഴി ജീവിതം ഒരു പുതിയ ട്രാക്കിലേക്ക് മാറുകയാണ്. എല്ലാ മേഖലകളിൽ നിന്നും പോസിറ്റീവായ വാർത്തകൾ പ്രതീക്ഷിക്കാം. ഇടവൻ രാശിക്കാർക്ക് അവരുടെ തൊഴിൽ മേഖലയിൽ ഒരു പുതിയ വെളിച്ചം ഈ സമയത്ത് ലഭിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ സംതൃപ്തനല്ലെങ്കിൽ പുതിയൊരു മേഖലയിലേക്ക് മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാലയളവ് ഏറ്റവും അനുയോജ്യമാണ്. മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും. കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു ജോലിയിലേക്ക് മാറാൻ ഇത് വഴിയൊരുക്കും. വ്യാഴം നിങ്ങളുടെ 3ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് ഇന്റർനെറ്റ്, വാർത്താവിനിമയം, ചെറിയ യാത്രകൾ എന്നിവയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം. ജ്യോതിഷത്തിൽ 3ാം ഭാവം എന്നത് ആശയവിനിമയത്തിന്റെ ഇടമാണ്. ഇന്നത്തെ കാലത്ത് ഇതിൽ ഏറ്റവും പ്രധാനം ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയുമാണ്. നിങ്ങളൊരു യൂട്യൂബർ, ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ബ്ലോഗർ ആണെങ്കിൽ നിങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ച സമയമാണിത്. നിങ്ങളുടെ ആശയങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും വലിയ തോതിലുള്ള ഫോളോവേഴ്സിനെ ലഭിക്കുകയും ചെയ്യും. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്കും ഫ്രീലാൻസ് ചെയ്യുന്നവർക്കും പുതിയ പ്രൊജക്റ്റുകൾ ലഭിക്കാനും വരുമാനം വർദ്ധിക്കാനും ഈ വ്യാഴമാറ്റം സഹായിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, IT മേഖല എന്നിവയിലുള്ളവർക്ക് ഇത് വളർച്ചയുടെ കാലമാണ്. 3ാം ഭാവം സൂചിപ്പിക്കുന്നത് ദൂരെയുള്ള വലിയ യാത്രകളെയല്ല, മറിച്ച് അടുത്തുള്ള സ്ഥലങ്ങളിലേക്കുള്ള ചെറിയ യാത്രകളെയാണ്. നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചെറിയ യാത്രകൾ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. പുതിയ ആളുകളെ പരിചയപ്പെടാനും അവരുമായി ബിസിനസ് കരാറുകളിൽ ഏർപ്പെടാനും ഈ യാത്രകൾ വഴിയൊരുക്കും. ഓരോ യാത്രയും നിങ്ങൾക്ക് പുതിയ അറിവുകളും അനുഭവങ്ങളും നൽകും. ഇത് നിങ്ങളുടെ പക്വത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇത് വെറുമൊരു ഗ്രഹമാറ്റമല്ല, 12 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന വലിയ മാറ്റമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫലങ്ങളും വളരെ വലുതായിരിക്കും. ഇത്രയും വലിയൊരു ഭാഗ്യം 12 വർഷത്തിന് ശേഷം തേടി വരുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ കരിയറിൽ വലിയൊരു മാറ്റം വരുത്താനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനേറ്റവും അനുയോജ്യമായ സമയമാണിത്. വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ തടസ്സം നിങ്ങളുടെ ഉള്ളിലെ ഭയം മാത്രമാണ്. എനിക്കിത് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ പരാജയപ്പെടുമോ എന്ന ചിന്ത മാറ്റിവെക്കുക. വ്യാഴം നിങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ഈ സമയത്ത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. ഭയത്തെ മാറ്റി നിർത്തി കഠിനാധ്വാനം ചെയ്താൽ വിജയം നിങ്ങളെ തേടി വരും. ജ്യോതിഷപ്രകാരം ഓരോ ഗ്രഹമാറ്റവും നമുക്ക് അനുകൂലമാക്കാൻ ചില ലളിതമായ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇടവൻ രാശിയുടെ അധിപൻ ശുക്രനാണ്. സ്വന്തം രാശിയുടെ നാഥനെ ശക്തിപ്പെടുത്തുന്നത് വഴി ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും വർദ്ധിക്കും. ദിവസവും രാവിലെ കുളിച്ചതിന് ശേഷം ശാന്തമായ ഒരിടത്തിരുന്ന് ശുക്രസ്തോത്രം 108 തവണ ജപിക്കുക.
ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് കൂടുതൽ തെളിച്ചം നൽകുകയും സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കുകയും ചെയ്യും. മൂന്നാം ഭാവം ധൈര്യത്തിന്റെയും കരുത്തിന്റെയും ഇടമാണ്. മനസ്സിനെ ഭയത്തിൽ നിന്നും മോചിപ്പിക്കാൻ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം അത്യന്താപേക്ഷിതമാണ്. ദിവസവും ഹനുമാനെ ഭജിക്കുന്നത് ഉള്ളിലെ പേടി മാറാനും ഏത് വലിയ കാര്യവും ആത്മവിശ്വാസത്തോടെ ഏറ്റെടുത്ത് നടത്താനുള്ള മാനസിക ബലം ഇതിലൂടെ ലഭിക്കും. തടസ്സങ്ങളെ മറികടക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ വരാനിരിക്കുന്ന വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവാകും. ഈ അറിവുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. ഹരി ഓം.